കുറച്ച് നാളായിട്ടാണ് ഞാൻ മേടിച്ച് വെച്ചേക്കണം പാസ്ത. എന്നാൽ പിന്നെ ഇന്ന് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ, വെറുതെ ഒന്ന് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. പാസ്ത, സബോള, ക്യാരറ്റ്, വെളുത്തുള്ളി, ബട്ടർ, പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അത്, പിന്നെ കുറച്ച് പാല് വേണം, അത് ഫ്രിഡ്ജിലാണ് കേട്ടോ. അപ്പോൾ അത് പുറത്ത് വെച്ചിട്ടില്ല. പിന്നെ അത് വെള്ളം തിളപ്പിച്ച് ഉപ്പ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് പാസ്ത ഒന്ന് വേവിക്കാൻ വെച്ചു. ആ നേരക്കൂട്ട് പച്ചക്കറി ഉണ്ടല്ലോ, അതായത് സബോളയും വെളുത്തുള്ളിയും ക്യാരറ്റും ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലപോലെ അരിഞ്ഞു. ഇത് കുറച്ച് നാൾ മുന്നേ ഇത് സെയിം സാധനം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ടാട്ടോ ഞാൻ ചെയ്യണത്. അങ്ങനെ നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് പാൻ വെക്കുകയാണ് കേട്ടോ. പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് ബട്ടർ ഇട്ടു. പിന്നെ അതൊന്ന് ചൂടായി ഒന്ന് മെൽറ്റായി വന്നപ്പോൾ അതിലേക്ക് ഈ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. സത്യം പറയാലോ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്മെല്ലൊക്കെ എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഈ സംഭവം എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്നെ പറയാം. ആക്കണ കാണണേ പറഞ്ഞിട്ട് നീരപ്പന എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. കുറച്ച് നേരത്തേക്കിട്ടാ, കുറച്ച് കഴിഞ്ഞ് ഞാൻ ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് പോയിരിക്കും. അങ്ങനെ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാനത് വേറെ പാത്രത്തേക്ക് മാറ്റി. എന്നിട്ട് വീണ്ടും പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ ഒരു സ്പൂണ് ഗോതമ്പ് പൊടിയില്ലേ അതിട്ടു. അത് കഴിഞ്ഞിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി. കട്ട പിടിക്കാൻ പാടില്ലായിരുന്നു, കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പാലൊഴിച്ചു, ഒരു 3/4 ഗ്ലാസ് പാലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം നമ്മുടെ ഈ ഒരു സംഭവം വെച്ചിട്ട് ഞാൻ ഇളക്കിയെടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു വിധമായപ്പോൾ കുറച്ച് ഉപ്പിട്ട്, ഒരു തരി ഉപ്പും പിന്നെ ഈ ഇതുണ്ടല്ലോ ഫ്രഷ് ക്രീം അതും ഇട്ട്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാട്ടോ യൂസ് ചെയ്യണത്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല ഈ സംഭവങ്ങൾ, അത്ര നല്ലതല്ല തോന്നണു. എന്തായാലും നമ്മൾ അതിട്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പച്ചക്കറിയില്ലേ അതൊക്കെ ഇട്ടു, ഒന്ന് മൂപ്പിച്ചെടുത്തില്ലേ അതിട്ടു. പിന്നെ നമ്മുടെ പാസ്തയും കൂടി ഇട്ടു. അതൊന്ന് സെറ്റായി വന്നപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കേട്ടോ. എരിവ് വേണ്ടാന്ന് നീരപ്പം മുന്നേ പറഞ്ഞിട്ടുണ്ടേ. കുരുമുളക് പൊടിക്ക് വലിയ എരിവൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ചൂട് ഒന്ന് കുറഞ്ഞ് സെറ്റായി വന്നപ്പോൾ നീരപ്പൻ്റെ പ്ലേറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ബാക്കി ഉണ്ടായിരുന്നു, അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഭംഗിക്ക്. ടൊമാറ്റോ, കുക്കുംബർ, ക്യാരറ്റ്, സവാള ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് കുറച്ച് സോസൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചാലാണല്ലോ നമുക്ക് സെറ്റാവുക. എനിക്ക് തീരെ സോസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവനും കൊണ്ട് കൊടുത്തപ്പോൾ അവൻ എന്നെയും ഇത് മാറി മാറി നോക്കി എന്നിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറേ വാരി വലിച്ച് കഴിച്ച് കഴിഞ്ഞാൽ സെറ്റാവില്ല, എന്നാലും വലിയ തരക്കേടില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടം മാഗി തന്നെയാണ് കേട്ടോ. എന്നാലും വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാൽ കുഴപ്പമില്ല, തരക്കേടില്ലാണ്ട് കിട്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റ ബൈ ബൈ, സീ യു.